പദ്ധതിയുടെ പരിഷ്കരിച്ച രൂപമായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നടപ്പിൽ വരുത്താൻ പഞ്ചായത്തുകൾ തയ്യാറാകണമെന്ന ആവശ്യം BMS മടിക്കൈ മേഖലാ സമ്മേളനം നടന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ പരിഷ്കരിച്ച രൂപമായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നടപ്പിൽ വരുത്താൻ പഞ്ചായത്തുകൾ തയ്യാറാകണമെന്നും വർഷം പകുതി പിന്നിട്ടിട്ടും തൊഴിൽ ആരംഭിക്കാത്തത് വലിയ പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും വർദ്ധിപ്പിച്ച 125 തൊഴിൽ ദിന ആനുകൂല്യവും കൂലിവർദ്ധന വഴിയുള്ള ആനുകൂല്യവും ഇതുമൂലം തൊഴിലാളിക്ക് ലഭിക്കാതെ പോകുന്നുവെന്നും അടിയന്തരമായി ത്രിതല പഞ്ചായത്തുകൾ പദ്ധതി നടപ്പിലാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും BMS മടിക്കൈ മേഖലാ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. കോട്ടപ്പാറയിൽ നടന്ന സമ്മേളനം BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് വേണ്ടി സമർപ്പിക്കാൻ കൊടുത്തു. അതിനുശേഷമാണ് സേവാനിധി എന്നുള്ള ഒരു കാര്യക്രമം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭാരതീയ മസ്ദൂർ സംഘം വെറും ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമല്ല, ഇതൊരു സമാജ സേവയുള്ള പ്രസ്ഥാനമാണ് എന്നുള്ള വലിയ കാഴ്ചപ്പാടുള്ള ഒരു പ്രവർത്തകൻ. ആ കാഴ്ചപ്പാടാണ് ഇന്ന് കേരളത്തിലെ ഭാരതീയ മസ്ദൂർ സംഘത്തിന് ഇന്ന് ഈ രീതിയിലുള്ള അംഗീകാരം കിട്ടിയത്. അതുപോലെ പ്രവർത്തകന്മാരെ ചേർത്ത് പിടിക്കാനും എടുത്ത തീരുമാനങ്ങൾ ഇനി ഏത് സംഘടനാ പ്രവർത്തനത്തിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അതിശീഘ്രം എതിർക്കുകയും അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ്. റിപ്പോർട്ടുകളൊന്നും കള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കില്ല, കളവ് പറയാൻ സാധിക്കില്ല. മേഖലാ പ്രസിഡന്റ് രാമചന്ദ്രൻ വാഴക്കോട് അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന KG അജിത് കുമാറിനെ അനുസ്മരിച്ച് KST എംപ്ലോയീസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജയകുമാർ നെല്ലിത്തറ പ്രഭാഷണം നടത്തി. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് അംഗം K ശോഭന, കോടമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജിത്ത് പർക്ലായി, A വേലായുധൻ, സുലോചന കോട്ടപ്പാറ എന്നിവർ സംസാരിച്ചു. പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി K തമ്പാനും വരവ് ചെലവ് കണക്ക് ട്രഷറർ N നാരായണനും പ്രമേയം ലീലാകാനത്തിലും അവതരിപ്പിച്ചു. പ്രഭാഷണവും ഭാരവാഹി പ്രഖ്യാപനവും ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ് നിർവഹിച്ചു. സെക്രട്ടറി K തമ്പാൻ സ്വാഗതവും രാമചന്ദ്രൻ തട്ടുമൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.